സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള PSC സീനിയർ സൂപ്രണ്ടന്റ്, ജൂനിയർ അസിസ്റ്റന്റ്, LD ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. അപ്പോൾ ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 41/24 ആണ്. സ്റ്റാർട്ട് ചെയ്യാം. പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി. താഴെ പറയുന്നവയിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നു. അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു. പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷികോൽപ്പന്നങ്ങൾ അവർ അവതരിപ്പിച്ചു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 3. കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു എന്നതാണ് സംഭാവന അല്ലാത്തത്. അടുത്ത ചോദ്യം. തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിഭായിയുടെ ചില ഭരണപരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു. അവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. തന്നിരിക്കുന്നു. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി. മൃഗബലി നിരോധിച്ചു. പിതൃതല അണുകുടുംബ സമ്പ്രദായം അവതരിപ്പിച്ചു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3, 1, 4, 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ താഴെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡൻസിഷിപ്പിന്റെ വർഷങ്ങളുമായിട്ട് പൊരുത്തപ്പെടുത്തുക. തന്നിരിക്കുന്നു. ഹക്കീം അജ്മൽ ഖാൻ, അബുൽ കലാം ആസാദ്, മഹാത്മാഗാന്ധി, വല്ലഭായ് പട്ടേൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. A2 ഹക്കീം അജ്മൽ ഖാൻ 1921, അബ്ദുൽ കലാം ആസാദ് 1923, മഹാത്മാഗാന്ധി 1924, വല്ലഭായ് പട്ടേൽ 1931. ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു. അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത്. ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കി, സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ്, ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ, മിറാത്ത് ഉൽ അക്ബർ, ഫിറോസ് ഷാ മേത്ത. തെറ്റായിട്ടുള്ള ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി 4 ആണ് തെറ്റായിട്ടുള്ള ജോഡി. അടുത്ത ചോദ്യം. അവകാശവാദം. എ. പാണ്ഡകളെ സമ്മാനിച്ചുകൊണ്ട് സൗഹൃദത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി ചൈന USA-യും യൂറോപ്പുമായും പാണ്ഡ നയതന്ത്രം പ്രഖ്യാപിച്ചു. കാരണം USA-യുമായി ഔദ്യോഗിക നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ ചൈന പിങ് പോങ് നയതന്ത്രം പ്രഖ്യാപിക്കുകയും ടേബിൾ ടെന്നീസ് ടീമിനെ അയക്കുകയും ചെയ്തു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. A, R എന്നിവ ശരിയാണ്. എന്നാൽ എയുടെ ശരിയായ വിശദീകരണം R അല്ല. 2023 മെയ് മാസത്തിൽ ഡൽഹിയിലെ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജനശക്തി, എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 4 തെറ്റ്. 1, 4. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിച്ചു. ശരിയാണ്. സ്വച്ഛ് ഭാരത് തീം ഒരു കല ആയി ചിത്രീകരിച്ച് അവിടെ പ്രദർശിപ്പിച്ചു. ശരിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഉത്കൽ സമതലം. വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു എന്നതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കണം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. ഡോബ്സൺ യൂണിറ്റ്. ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. തന്നിരിക്കുന്നു. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം പ്രധാനമായും ഇരുമ്പും നിക്കലും ചേർന്നതാണ്. മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. പുറന്തോടിന്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3. 1, 3. 1, 3. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്? കോതയാർ.
ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്വമനത്തിന്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപഗ്രഹം തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ് എക്സ്പോസാറ്റ്. സമ്പദ് വ്യവസ്ഥയിലെ വിടവ് നികത്തലുകളായി വികസന ബാങ്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ളത്? വ്യവസായിക വികസനത്തിന്റെ ഉത്തേജകങ്ങൾ, മൂലധനം, എന്റർപ്രൈസ് മാനേജ്മെന്റ് എന്നിവയുടെ ചാനലുകൾ നൽകുക, സംരംഭകർക്ക് ഇടത്തരം, ദീർഘകാല, ഹ്രസ്വകാല ധനസഹായം വാഗ്ദാനം ചെയ്യുന്നു, സാമ്പത്തികവും സാമ്പത്തികേതരവുമായ സഹായത്തിന്റെ ഒരു പാക്കേജ് വാഗ്ദാനം ചെയ്യുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1, 2 and 4. 1, 2 and 4. WTO ടെർമിനോളജി. കാർഷിക സബ്സിഡികൾ പെട്ടികളായി തിരിച്ചറിയപ്പെടുന്നു. അതിനാൽ വികസ്വര രാജ്യങ്ങളിലെ മാനവ വികസന പ്രശ്നങ്ങൾ ഡാഷ് ആണ്. ഓപ്ഷൻ ഡി S&D പെട്ടി. GSTക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത നികുതിദായകരെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കാർഡുകളിലേക്കും UPIയിലേക്കും പണമടയ്ക്കാം. ഒരു പൊതു ആപ്ലിക്കേഷനിൽ സെൻട്രൽ ടാക്സ് അതോറിറ്റിയാണ് രജിസ്ട്രേഷൻ നൽകേണ്ടത്. ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം ബിസിനസ്സുകളുള്ള ഒരു വ്യക്തിക്ക് ഓരോ ബിസിനസ്സിനും വെവ്വേറെ രജിസ്ട്രേഷൻ നേടാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 3. 1 and 3. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൊണ്ടുവന്ന പുതിയ സാമ്പത്തിക നയം ഇന്ത്യയിൽ ആഗോളവൽക്കരണം നേരിടുന്ന വെല്ലുവിളികളെ സ്വീകരിച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രമീകരണങ്ങൾക്ക് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ച സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓൺലി 1. ഏകദേശം 20%. ഇന്ത്യയിലെ പ്രത്യക്ഷ പരോക്ഷ നികുതി നയങ്ങളിലെ പ്രധാന മാറ്റങ്ങൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശകളാണ് അംഗീകരിച്ചത്? ഓപ്ഷൻ എ ചെല്ലയ്യ കമ്മിറ്റി. ആധുനിക ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ഏറ്റവും പ്രയാസമേറിയ ദൗത്യം? സാമ്പത്തിക സ്രോതസ്സുകളുടെ സമാഹരണം. മൗലിക അവകാശങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? തന്നിരിക്കുന്ന മൗലികാവകാശങ്ങൾ സ്വഭാവത്തിൽ ന്യായമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ മൗലികാവകാശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വത്തവകാശം മൗലികാവകാശമല്ല. ആർട്ടിക്കിൾ 51A വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ 356, 325, 76, ആർട്ടിക്കിൾ 368 എന്നിവയാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ആർട്ടിക്കിൾ 356 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം. ആർട്ടിക്കിൾ 325 സാർവത്രിക മുതിർന്നവരുടെ ഫ്രാഞ്ചൈസി. ആർട്ടിക്കിൾ 76 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി നടപടിക്രമം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായി യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുക. തന്നിരിക്കുന്നു 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശം, 86-ാം ഭരണഘടനാ ഭേദഗതി നിയമം വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, 42-ാം ഭരണഘടനാ ഭേദഗതി നിയമം മിനി ഭരണഘടന, 41-ാം ഭരണഘടനാ ഭേദഗതി നിയമം കൂറുമാറ്റ വിരുദ്ധ നിയമം. ഇതിൽ യോജിക്കുന്ന വസ്തുതകൾ തിരിച്ചറിയുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1, 2 and 3. 1, 2, 3 എന്നിവ ശരിയാണ്. അടുത്തത് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായിട്ട് നീക്കിവച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ഭരണഘടന 106-ാം ഭേദഗതി നിയമം 2023. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? തന്നിരിക്കുന്നു 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിധിക്കുന്നു.
ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. 15-ാം ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. ഭാഗം 18-ലെ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചട്ടക്കൂടിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 5 മുഴുവൻ സമയ കമ്മീഷണർമാരുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഏതാണ് ശരിയെന്നത്? ഭരണഘടനയുടെ 15-ലെ ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയുള്ള ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള നിയമ ഭരണഘടനാ ചട്ടക്കൂട് പ്രതിപാദിക്കുന്നു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയും ഇവയിലെ ഏതാണ് ശരിയെന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇവയെല്ലാം ശരിയാണ്. ഗവൺമെന്റ് നയങ്ങളും പരിപാടികളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി ഗവൺമെന്റിന്റെ മാനേജർ ഒഴിവുകളുടെ 2ാം നിരയായി പൊതുസേവകരുടെ ഒരു കേഡർ ഉണ്ടാക്കുക എന്നതാണ് KASന്റെ ലക്ഷ്യം. KASൽ KS ഓഫീസർ, ജൂനിയർ ടൈം സ്കെയിൽ, KS ഓഫീസർ സെലക്ഷൻ ഗ്രേഡ് സ്കെയിൽ, KS ഓഫീസർ സൂപ്പർ ടൈം സ്കെയിൽ എന്നീ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. KSൽ ചേർന്ന ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന സർവീസിൽ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനിയായി കരിയർ ആരംഭിക്കും. അടുത്തത്, 1957 കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിംഗ്സ് ആക്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ഡാഷ് ആയിരുന്നു. ഓപ്ഷൻ ഡി, കുടിയാന്മാർ, കുടികിടപ്പുകാർ, ഭൂമി കൃഷി ചെയ്യുന്ന മറ്റു ചില വിഭാഗക്കാർ എന്നിവരെ കുടിയൊഴിപ്പിക്കുന്നത് സ്റ്റേ ചെയ്യാൻ. കുടുംബശ്രീയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം വരുന്നത് മുകളിലെ എല്ലാം എന്നതാണ്. 1997 കുടുംബശ്രീ സ്ഥാപിതമായത്. സ്ത്രീകൾക്കായി കുടുംബശ്രീക്ക് ത്രിതല സജ്ജീകരണമുണ്ട്. കേരള സർക്കാരിന്റെ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന സ്ത്രീ ശാക്തീകരണ പരിപാടിയാണ് കുടുംബശ്രീ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഡാഷ് ഡേ അധ്യക്ഷതയിലുള്ള ഒരു നിയമാനുസൃതമല്ലാത്ത സ്വയംഭരണ സ്ഥാപനമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി. അക്ഷയയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് ശരിയല്ലാത്തത്. ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ സംരക്ഷണ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ചേരുംപടി ചേർക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഡി. ഭരണഘടനയുടെ 9ാം ഷെഡ്യൂൾ PRIകൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. 7ാം ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റികൾ നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പട്ടിക. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ഓപ്ഷൻ സി ആണ് കേരള ലോകായുക്ത ബിൽ 2022. ഡാഷ് റിഡ് എന്നത് എന്തെങ്കിലും ഒരു പൊതു അധികാരികൾക്ക് ഒരു കടമ നിർവഹിക്കാനുള്ള ഉത്തരവിന്റെ രൂപത്തിലുള്ള ഒരു ജുഡീഷ്യൽ പ്രതിവിധിയാണ്. മാൻഡമസ്. PMKSY ഡാഷുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സർക്കാർ പദ്ധതിയാണ്. ജലസംരക്ഷണ മാനേജ്മെന്റ്. ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് മുകളിലുള്ളവയെല്ലാം. MGNREGA 2005 ആരംഭിച്ചു. MGNREGA പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ഗ്രാമീണ കുടുംബങ്ങൾക്ക് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ്.
MGNREGA വേതനം 1948 മിനിമം വേതന നിയമം അനുസരിച്ച് സംസ്ഥാനത്തെ കർഷക തൊഴിലാളികൾക്ക് വ്യക്തമാക്കിയിട്ടുള്ള നിയമപരമായ മിനിമം വേതനം അനുസരിച്ച് നൽകണം. വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി എന്താണ്? അഭ്യർത്ഥന സമയം മുതൽ 48 മണിക്കൂർ. പ്ലേഗിന്റെ കാര്യത്തിൽ ഏത് പ്രസ്താവനകളാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓൺലി 1 and 2. എയർസീനിയ പെസ്റ്റിസ് എന്ന രോഗക്കാരിയാണ് ഇത് ഉണ്ടാക്കുന്നത്. കൊതുക് കടിയിലൂടെയാണ് ഇത് പകരുന്നത്. കേരളത്തിലെ ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 3 and 4. 1, 3 and 4. നിലവിലുള്ള PHCകളെ FHCകളാക്കി ഉയർത്താനാണ് ഇത് ലക്ഷ്യമിടുന്നത്. NCD CD ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിനെക്കുറിച്ചും ഫീൽഡ് സ്റ്റാഫിന് പരിശീലനം നൽകാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഫിറ്റ്നസിനും യോഗയ്ക്കുമുള്ള സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, ആൻജിയോജെസിസിനുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് പുതിയ രക്തക്കുഴലുകളുടെ വികസനം. താഴെ പറയുന്നവയിൽ ഏതാണ് വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം. വിറ്റാമിൻ എയുടെ കുറവ് രാത്രിയാന്തതയ്ക്കും സെറോഫ്താൽമിയയ്ക്കും കാരണമാകുന്നു. പാൻക്രിയാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓൺലി 4. മുകളിലുള്ളവ എല്ലാം. പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഗ്രന്ഥിയും എൻഡോക്രൈൻ ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും സൃഷ്ടിക്കുന്നു. ഇത് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്നു. മനുഷ്യരിലെ ജീവിതശൈലി രോഗങ്ങളുടെ ശരിയായ കാരണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിലുള്ളവയെല്ലാം. മോശം ഭക്ഷണശീലങ്ങൾ, ശാരീരിക നിഷ്ക്രിയത്വം, അസ്വസ്ഥമായ ജൈവ ഘടികാരം, തെറ്റായ ശരീരഭാവം. പ്രാഥമിക അമീബിക് മെനിങ്കോ എൻസെഫലൈറ്റിസ് ഡാഷ് മൂലമാണ് ഉണ്ടാകുന്നത്. നെഗ്ലേരിയ ഫൗലേരി. COVID-19 കാലത്ത് ഒറ്റപ്പെടലുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2. COVID-19 രോഗലക്ഷണങ്ങളുള്ളവർക്ക് വൈറസിന് പോസിറ്റീവ് ആയവരോ ഇത് ഉപയോഗിക്കുന്നു. ഒറ്റപ്പെടൽ എന്നാൽ മറ്റാളുകളിൽ നിന്ന് വേർപെടുത്തുക. പ്രധാനമായും ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലിനിക്കൽ പരിചരണം ലഭിക്കും. ആവശ്യത്തിന് ഉയർന്ന ആവൃത്തിയുള്ള പ്രകാശത്തിന് വിധേയമാക്കുമ്പോൾ മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുവിക്കുന്ന പ്രതിഭാസത്തിന്റെ പേര് നൽകുക. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഒരു പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തെ അതിന്റെ ഘടക നിറങ്ങളിലേക്ക് വേർതിരിക്കുന്നത് വിശദീകരിക്കുന്ന പ്രതിഭാസമാണ് വിസരണം. താഴെ പറയുന്നവയിൽ ഏതാണ് ഏറ്റവും ദൈർഘ്യമേറിയ തരംഗദൈർഘ്യമുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ? ഇൻഫ്രാറെഡ്. ആദ്യത്തെ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? PSLV-C-57. കെമിക്കൽ ബോണ്ടിംഗ് സംബന്ധിച്ച് ഏത് പ്രസ്താവനയാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 and 4. 1, 2 and 4. ഇലക്ട്രോ പോസിറ്റീവ് മൂലകവും ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ അയോണിക് ബോണ്ട് രൂപപ്പെടുന്നു. ഇലക്ട്രോ നെഗറ്റീവ് മൂലകവും തമ്മിൽ കോവാലന്റ് ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾക്കിടയിൽ ലോഹ ബോണ്ടിംഗ് രൂപപ്പെടുന്നു. ഹീലിയത്തെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഉയർന്ന മർദ്ദത്തിൽ ഹീലിയം ദ്രാവകമായി മാറുന്നതാണ് ശരിയല്ലാത്തത്. ലായകത്വ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2 and 3 ഓൺലി. 1, 2, 3. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമായ രാസ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ ലായകത ഉയർന്നതാണ്. ധ്രുവീയ സംയുക്തങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ വളരെ ലയിക്കുന്നവയാണ്. ലായനികൾക്കും ലായകങ്ങൾക്കും സമാനമല്ലാത്ത രാസഗുണങ്ങളുണ്ടെങ്കിൽ ലായകത കുറവാണ്. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് ഡാനിഷ് സിദ്ദിഖി. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്ന കൂടിയാട്ടം മണി മാധവ ചാക്യാർ, മോഹിനിയാട്ടം മൂഴിക്കൽ പങ്കജാക്ഷി, കേരള നടനം ഗുരു ഗോപിനാഥ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1 and 3. താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡി നോവലുകളും അനുബന്ധ പ്രധാന കഥാപാത്രങ്ങളും കണ്ടെത്തുക.
ഓപ്ഷൻ ബി ആണ് ഉത്തരം 1 and 3. ഭീമൻ രണ്ടാമൂഴം, ചേതന ആരാച്ച. എഴുത്തുകാരന്റെ യഥാർത്ഥ പേര്, അവരുടെ തൂലിക നാമവുമായി ശരിയായി പൊരുത്തപ്പെടുന്ന ജോഡികൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം 3 and 4. ടി ഉബൈദ് അബ്ദുൾ റഹ്മാൻ, വിലാസിനി KM മേനോൻ. വിവിധ കായിക ഇനങ്ങളുടെ പേരും കളിക്കാരുടെ എണ്ണവും നൽകിയിരിക്കുന്നു. താഴെ പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം AM. പോളോ 4, റഗ്ബി 15, വോളിബോൾ 6, ബേസ്ബോൾ 9. താഴെ പറയുന്നവയിൽ നിന്ന് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതികൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 and 4. മോക്ഷപ്രദീപം, ബ്രഹ്മസങ്കീർത്തനം. 2023 നോബൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം 1, 2 and 3. 1, 2, 3. ഭൗതിക ശാസ്ത്രം പിയറി അഗോസ്റ്റിനി, ഫെറൻ ക്രൗസ്, അനി എൽ ഹുലിയർ. രസതന്ത്രം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൻ, കെ ഭാരി ഷാർപ്ലസ്. സാഹിത്യം ജോൺ ഫോസ്. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്ന തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി 4 ഇതാണ് തെറ്റായിട്ടുള്ളത്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66A വകുപ്പ് ഭരണഘടനാ വിരുദ്ധവും അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഹനിക്കുന്നതിന്റെ പേരിൽ കർശനമായി വെട്ടിക്കുറച്ചതുമായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് ഹർജിയിലാണ്? ശ്രേയ സിംഘാലം, യൂണിയൻ ഓഫ് ഇന്ത്യ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഹബ് ഒരു മൾട്ടി പോർട്ട് റിപ്പീറ്റർ ആണ്. റൂട്ടറുകൾ ബ്രിഡ്ജുകളേക്കാൾ ചെലവേറിയതാണ്. ഗേറ്റ്വേകൾ ഡാറ്റ ലിങ്ക് ലെയർ മാത്രം പ്രവർത്തിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം ഓൺലി 1 and 2. CSV ഫയലുകൾ മൂല്യങ്ങളെ വേർതിരിക്കുന്ന പ്രതീകം ഡാഷ് എന്നറിയപ്പെടുന്നു. ഡീലിമിറ്റർ. സൈബർ സുരക്ഷയും ഓൺലൈൻ സുരക്ഷയും കുറിച്ച് വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ISRA ഇൻഫർമേഷൻ സെക്യൂരിറ്റി റിസർച്ച് അസോസിയേഷനുമായി ചേർന്ന് കേരള പോലീസിന്റെ സംരംഭമാണ് കിഡ് ഗ്ലൗ. 5G നെറ്റ്വർക്കുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓൺലി 2 and 3. സെക്കൻഡിൽ 20 GB വരെ നെറ്റ്വർക്ക് ഡാറ്റ വേഗത. ഇത് മില്ലിമീറ്റർ തരംഗ സ്പെക്ട്രത്തിലാണ് അളക്കുന്നത്. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് മൂന്നാം കക്ഷി എന്ന പദത്തിന് നൽകിയിരിക്കുന്ന നിർവചനം. വിവരത്തിനായി അഭ്യർത്ഥന നടത്തുന്ന പൗരനൊഴികെയുള്ള ഒരു വ്യക്തി കൂടാതെ ഒരു പൊതു അധികാരവും ഉൾപ്പെടുന്നു. 2015 ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ജുവനൈൽ എന്നതിൻ്റെ അർത്ഥം എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടി. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും എന്ന നിയമം സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ ആണ് ഉത്തരം ഓൺലി 2 and 3. ഏതെങ്കിലും മുതിർന്ന പൗരനോ രക്ഷിതാവിനോ ട്രിബ്യൂണലിന്റെ ഒരു ഉത്തരവിനാൽ വിഷമമുണ്ടായേക്കാം. ഉത്തരവിന്റെ തീയതി മുതൽ 60 ദിവസത്തിനുള്ളിൽ ട്രിബ്യൂണലിൽ അപ്പീൽ നൽകാം. നിയമപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു ട്രിബ്യൂണലിന് മുമ്പാകെയുള്ള ഒരു നടപടിയിലെ ഒരു കക്ഷിയെയും നിയമ പ്രാക്ടീഷണർമാർ പ്രതിനിധീകരിക്കുന്നത് അല്ല. 1999 കേരള ലോകായുക്ത നിയമത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം ഓൺലി 1. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 1952 പ്രകാരം അന്വേഷണത്തിന് റഫർ ചെയ്ത വിഷയത്തിൽ ഏതെങ്കിലും നടപടിയെടുക്കുവാൻ നിയമപ്രകാരം ലോകായുക്തയ്ക്ക് അധികാരമില്ല. ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനം നിയമം 2013 സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓൺലി 1. പ്രിസൈഡിംഗ് ഓഫീസറും ഇന്റേണൽ പരാതി കമ്മിറ്റിയിലെ അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്ത തീയതി മുതൽ 3 വർഷത്തിൽ കൂടാത്ത പദവി വഹിക്കും. ഭരണഘടനാ നിയമം 2021 സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി?
ഓപ്ഷൻ ബി, സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കാനും പരിപാലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ഈ ഭേദഗതി അധികാരം നൽകുന്നു. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 40. 72 ഓപ്ഷൻ ബി ആണ് ഉത്തരം 3. 73 ഓപ്ഷൻ സി 60. 74 ഉത്തരം എ ഓപ്ഷൻ എ 5:3. 75 120. 76 ഓപ്ഷൻ ബി 15. 77 ഓപ്ഷൻ സി. 78 ഓപ്ഷൻ ബി ആണ് ഉത്തരം 6. 79 ഓപ്ഷൻ ഡി. 80 ഓപ്ഷൻ എ ആണ് ഉത്തരം 20 ഡിഗ്രി. ഇനി വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്. I dash in bracket stay here till Sunday. Option C, will be staying. Choose the right option that suggests change in voice of the sentence. Please draw the figure. You are requested to draw the figure. Fill in the blank using suitable preposition. I can walk 10 miles without getting tired. Complete the following sentence using appropriate question tag. It is not raining. Is it? Combine the two sentences using suitable correlative conjunction. It is not useful. It is not ornamental. Neither nor. Choose the synonym of the word italicized in the sentence from the given options. He was killed in the battlefield. Slain. Fill in the blank using appropriate gerund form of the word given in bracket. Do you mind share some pictures of your trip on Facebook? Sharing. Substitute the words underlined with a suitable phrasal verb. Summoned. Option B, sent for. Fill in the blank using suitable preposition. He felt. No qualms about borrowing money from his friends. Give the correct spelling of the adjective that means careful or taking great care. Option A. മലയാളം ചോദ്യങ്ങൾ. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒന്ന് മാത്രം ശരി, അടിമത്തം. താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ പ്രയോഗം ഏത്? ഓപ്ഷൻ സി, പഠിക്കാത്തതിന് കുട്ടി അധ്യാപകൻ ശകാരിച്ചു. താഴെ കൊടുത്തിരിക്കുന്ന ശൈലിയുടെ മികച്ച മലയാള വിവർത്തനം ഏത്? ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ദ മൈറ്റി ഓഷ്യൻ. പലതുള്ളി പെരുവെള്ളം. താഴെ പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായപദമല്ലാത്തത്? ചലം. ജംഗമം എന്ന പദത്തിന്റെ വിപരീതം എന്ത്? സ്ഥാവരം. കർഷകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? കർഷക. കയ്യാടിയെങ്കിലേ വായാടു എന്ന ശൈലി ദ്യോതിപ്പിക്കുന്ന അർത്ഥം എന്ത്? പ്രവൃത്തി ചെയ്തെങ്കിലേ ഉപജീവനത്തിന് വഴിയുണ്ടാക്കും. വിണ്ടലം എന്ന പദത്തെ പിരിച്ചെഴുതുന്നത് എങ്ങനെ? വിൺ പ്ലസ് തലം. കഞ്ചത്തോട് നേരായ മിഴിയുള്ളവൾ എന്നതിൻ്റെ ശരിയായ സമാസം ഏത്? കഞ്ച് നേർമിഴി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമാന പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, തെരുവ്.